പക്ഷേ ഇപ്പോൾ ജർമ്മനിയിൽ നമുക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം എന്നിങ്ങനെ കേട്ടു. ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്താ? ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്റ്റുഡൻറ്റിൻ്റെ പേര് തന്നെയുള്ളൊരു ബാങ്ക് അക്കൗണ്ടാണ്. ഓക്കെ. ഈ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് 11,940 യൂറോസ്, അതിൻ്റെ ആ ഏകദേശം അറേഞ്ച് വരും, ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഇന്ത്യൻ റുപ്പിയിൽ ഒരു 12.5 ലാക്സിൻ്റെ മുകളിൽ വരും ഇപ്പോഴത്തെ ഒരു കറൻസി റേറ്റ് വെച്ച്. ഈ എമൗണ്ട് ഇട്ട് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് വിസയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇവർക്ക് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി ഒരു എമൗണ്ട് 12 മന്ത്സിലേക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഒരു വിസ റിക്വയർമെൻ്റ് ആണ്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിന് ജർമ്മനിയിൽ പോയി അവരുടെ ലിവിങ് എക്സ്പെൻസിനും ഫുഡിനും ഉള്ള പൈസ അവരുടെ ഉണ്ട് എന്ന് ജർമ്മൻ ഗവൺമെൻറ്റിന് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ്. കാരണം ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് അവിടെ ചെന്നിട്ട് ജസ്റ്റ് പാർട്ട് ടൈം കൊണ്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടുന്നത്.